ഒരു ഗ്ലോറിഫൈഡ് ആകാശ് തില്ലങ്കേരിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഈ നാട്ടിലെ സകല ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ തലയിലേക്ക് ചെടിച്ചട്ടി കൊണ്ടടിച്ച് അവനെ കൊല്ലാൻ നോക്കുമ്പോ, ഹെൽമറ്റ് കൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ കൊല്ലാൻ നോക്കുമ്പോ അത് ജീവൻ രക്ഷാ ദൗത്യമാണെന്ന് വിളിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അയാൾ മുഖ്യമന്ത്രിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ അയാൾ കേരളത്തിന്റെ മുഖ്യ ഗുണ്ടയാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്കരനായ സുഹൈബിന്റെ രക്തത്തിന് 6 വർഷം തികയുമ്പോ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് ഉറച്ചു പറയുകയാണ്: ഈ സഹപ്രവർത്തകരെ കേരളത്തിന്റെ തെരുവിൽ വേട്ടയാടുന്ന പാർട്ടി ഗുണ്ടകളാണെങ്കിലും, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വേട്ടയാടുന്ന പോലീസ് ഗുണ്ടകളാണെങ്കിലും രണ്ടുപേരോടും സന്ധി ചെയ്യില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് പുലർച്ചെ 5:30 മണിക്ക് വളഞ്ഞിട്ട് തീവ്രവാദികളെ പോലെ, കള്ളന്മാരെ പോലെ, കൊടും ക്രിമിനലെ പോലെ അറസ്റ്റ് ചെയ്ത് തുറങ്ങളിൽ അടച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യം നിന്നുപോകുമെന്ന് കരുതുന്നവർക്ക് വിജിൽ മോഹൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയുടെ പോരാളിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ ഈ രക്തസാക്ഷി അനുസ്മരണം, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തിയ സമര പരമ്പരകൾ, ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു: കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജീവനാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് ക സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയിലും ഈ ത്രിവർണ്ണ പതാക കാണുമ്പോ അടിയുറച്ച് നമ്മളോടൊപ്പം നിന്ന് പൊരുതുന്നുണ്ടെങ്കിൽ ആ പിതാവിനോടും യൂത്ത് കോൺഗ്രസ് ഉറപ്പ് പറയുന്നു: കൊല്ലുന്നവനെയും കൊല്ലിച്ചവനെയും മരണവാറണ്ട് ഒപ്പിട്ട അഭിനവകാലന്മാർക്കെതിരായുള്ള പോരാട്ടവും അത് അന്ത്യം കാണുന്നത് വരെ തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ BV ശ്രീനിവാസ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന, സംഘപരിവാറിന്റെ ഫാസിസത്തിനെതിരെ പൊരുതുന്ന നാട്ടിലെ പാവപ്പെട്ടവൻ ഓക്സിജൻ കിട്ടാതിരുന്നപ്പോ ഒരു 56 ഇഞ്ചുകാരന്റെ വാതിലുമല്ല മുട്ടിയത്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഓക്സിജൻ മാൻ ശ്രീനിവാസന്റെ ഓഫീസിന്റെ വാതിലാണ് അവർ മുട്ടിയത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് അഭിവാദ്യങ്ങൾ. തണ്ണി വക്കീലിനും പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പുതുചരിത്രം എഴുതുന്ന പ്രിയപ്പെട്ട പടക്കുതിരകൾക്ക്, പ്രിയപ്പെട്ട എന്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാലക്കാടിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു രാജാവിന്റെ മുമ്പിലും നമ്മൾ മുട്ടുമടക്കില്ല, ഒരു ചക്രവർത്തിയെയും നമ്മൾ ഭയപ്പെടില്ല. ഈ ഭരണകൂടങ്ങളെ നമ്മൾ വലിച്ചു താഴെ ഇട്ടിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.